ഡിസംബറിൽ നടക്കാൻ സാധ്യതയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആദ്യമായി ചുവരെഴുത്ത് നടത്തിയതും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോയതും സംഘടനാ കമ്മിറ്റികൾ ഉണ്ടാക്കിയതും ബൂത്ത് ലെവൽ കമ്മിറ്റി മുതൽ നിയോജക മണ്ഡലം കമ്മിറ്റി വരെ ഉണ്ടാക്കിയ വലിയ തോതിൽ കമ്മിറ്റി ഉണ്ടാക്കുകയും 95% സ്ഥാനാർത്ഥികളും സ്ത്രീകളായിരിക്കുകയും ചെയ്തുവെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രകടന പത്രികയായി വികസന പത്രികയ്ക്കായി തെരഞ്ഞെടുപ്പ് ഗോതയിൽ വളരെ അതിവേഗം ബഹുദൂരം മുന്നേറിയിരിക്കുകയാണ് 2020. ഇത് 2020യുടെ കാര്യങ്ങൾ പറയാനുള്ള രീതിയിലല്ല ഞാനീ പറഞ്ഞ അവരുടെ PR വർക്കല്ല. പക്ഷേ കാര്യങ്ങൾ അവർ ഒരുപാട് കുന്നത്തനാട് മണ്ഡലത്തിലെ നിരവധി പഞ്ചായത്തുകളിൽ പിന്നെ കിഴക്കമ്പലം പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും അവർ ആവശ്യമായ പ്രചരണവും ചുവരെഴുത്തും പോസ്റ്ററുമൊക്കെയായി നിറഞ്ഞു കഴിഞ്ഞു. അതിനിടയിലാണ് 2020യിൽ നിന്ന് മറ്റൊരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. അവർ BJPയുമായി അടുക്കുന്നു. രസമല്ലേ രാഷ്ട്രീയത്തിൽ ഒന്നും അസ്പൃശ്യമല്ല. ആരുമായും ഒരു അകലവുമില്ല, അയിത്തവുമില്ല, ഒന്നുമില്ല. കിറ്റെക്സിൻ്റെ ഫാക്ടറികൾ ആന്ധ്രയിലേക്ക് തുറക്കാൻ കൊണ്ടുപോയി. അവിടെ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. കേരളം വ്യാവസായികമായി ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് വ്യാവസായിക അന്തരീക്ഷം ഇല്ലാത്ത സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കിയ കിറ്റെക്സ് സാബു ഇതാ ഇപ്പോൾ BJPക്ക് കൈ കൊടുക്കുകയാണ്. അങ്ങനെ BJPയും കിറ്റെക്സ് സാബുവും കൂടെ ചേർന്നാൽ ഒരു പക്ഷേ കുന്നത്തൂർ നിയോജക മണ്ഡലത്തിലും അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള കിഴക്കമ്പലം പഞ്ചായത്തിലും തൊട്ടടുത്ത പഞ്ചായത്തിലും ഒക്കെ ശ്രീജൻ MLA ആയിട്ടുള്ള നിയോജകമണ്ഡലത്തിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞേക്കാം. കാരണം അവർ 4-5 പഞ്ചായത്ത്, ഐക്കര പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള 4-5 പഞ്ചായത്തുകൾ അവർ ഭരിക്കുന്നുണ്ട്. മുക്കന്നൂറൊക്കെ പോലുള്ള ചില പഞ്ചായത്തുകൾ അവർ ഭരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും 2020ക്ക് വലിയൊരു ചലനമുണ്ടാക്കാൻ കുറച്ചെങ്കിലും കഴിയുന്നുണ്ട് ഗ്രാസ് റൂട്ടിൽ. ആ ചലനമുണ്ടാക്കുന്നതിൽ BJPയും കൂടെ ശക്തമായി വന്നാൽ, തീർച്ചയായിട്ടും ഒരു ഘടകകക്ഷിയായി വന്നാൽ കുറേ കൂടി ശക്തി പ്രാപിക്കാനും വേണമെങ്കിൽ ഒരു അസംബ്ലി സീറ്റൊക്കെ പിടിക്കുവാനും കഴിഞ്ഞേക്കാം. അങ്ങനെ 2020 BJPയുമായി അടുക്കുകയാണ്. എന്തായാലും കിറ്റെക്സ് സാബു തന്ത്രപരമായ രാഷ്ട്രീയം കളിക്കുന്ന രാഷ്ട്രീയ ചാണക്യനും തന്ത്രജ്ഞനുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്കും സ്വതന്ത്രമായി നിന്നാൽ രക്ഷപ്പെടിക്കില്ല എന്ന് മനസ്സിലായി. കോൺഗ്രസിൽ ചേർന്നാൽ അതിനും വലിയ രക്ഷയില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇടതുപക്ഷത്ത് കയറ്റുകയുമില്ല. അവർ തമ്മിൽ നല്ല ഫൈറ്റിലാണ്. പിന്നെ വലിയ സാധ്യതയുള്ളത് BJPയുമാണ്. അതിന് രണ്ടുണ്ട് കാര്യങ്ങൾ. ഒന്ന്, കേന്ദ്രം ഭരിക്കുന്നത് BJPയാണ്. മറ്റൊരുപാട് സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്നുണ്ട്. അവിടെയെല്ലാം വ്യവസായ സാമ്രാജ്യം പടുത്തുയർത്താൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. കേരളത്തിൽ ഇടതുപക്ഷ UDF മുന്നണികൾക്കെതിരെ ശക്തമായ ഒരു സാന്നിധ്യം തെളിയിക്കുക. BJP പോലൊരു പാർട്ടിയാകുമ്പോൾ വലിയ ബഹളം കാണുകയില്ല. കാരണം അവരും പുതിയ സംവിധാനമായി കയറി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതിനുമായിട്ട് അടുക്കാം, അവർക്ക് കൈ കൊടുക്കാം എന്നുള്ളതാണ് 2020യുടെ ഇപ്പോഴത്തെ തീരുമാനം. ഈ തീരുമാനം നടപ്പിലായാൽ എന്തായാലും എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തീർച്ചയായിട്ടും വലിയ മാറ്റമുണ്ടാക്കാൻ 2020ക്കും BJPക്കും കഴിയുക തന്നെ ചെയ്യും.